ഹായ് വെൽക്കം ടു സിജോസ് ടൈനി പ്ലാനറ്റ്. ഞാനിപ്പോൾ US-ലാണ്. സിൻസിനാറ്റി എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ്, ഒഹായോ സ്റ്റേറ്റിലാണ്. സിൻസിനാറ്റി ഒഹായോ സ്റ്റേറ്റിൻ്റെ ബോർഡറിലാണ്. അവിടുത്തെ ഒരു പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേറ്റിലേക്ക് കിടക്കും, കെൻറ്റക്കി എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ. അപ്പോൾ കെൻറ്റക്കിയിലെ ഒരു ഫേമസ് ചർച്ച് എന്ന് പറയുമ്പോൾ ബെസിലിക്ക പള്ളിയാണ്. കത്തീഡ്രൽ ബെസിലിക്ക ഓഫ് അസംഷൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പഴയ പള്ളിയാണ്. ആ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ US വന്നിട്ട് അധികം നാളായിട്ടില്ല, കാറൊന്നും ആയിട്ടില്ല. അയൽവക്കത്തെ നമ്മളൊരു കൊല്ലക്കാരനായ ബിൻസി ചേട്ടൻ്റെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ആ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവരാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആ പള്ളിയിലേക്ക്. അപ്പോൾ പള്ളിയിൽ കുർബാന ഇല്ലാത്ത സമയം നോക്കിയാണ് ഞങ്ങൾ പോയത്. ഡിസംബർ 31 അടുത്ത ദിവസം ന്യൂ ഇയർ ആണ്. അപ്പോൾ ഡിസംബർ 31 ഞങ്ങൾ പോകുന്നത്. നല്ല തണുപ്പാണ്, വിൻ്റർ സമയമായതുകൊണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കായാലും നല്ല 0 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഞങ്ങൾ പോയി കാണാൻ പോയത്. ഈ ബെസിലിക്ക പുറത്തുനിന്ന് കാണുമ്പോൾ അതൊരു ഫ്രഞ്ച് ഗോത്തിക് ആർക്കിടെക്ചറിൽ പണിത ഒരു പള്ളിയാണ്. അത് ആക്ച്വലി ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1834 ഒരു ചെറിയ ചാപ്പൽ ഒരു പള്ളി പോലെ തുടങ്ങിയതാണ്. പിന്നീട് 1895 ഇത് പൊളിച്ചൊരു പള്ളിയാക്കി. പിന്നെ ഈ സംഭവം 1901 ഇത് റീബിൽഡ് ചെയ്തു. ആ ബിൽഡ് ചെയ്തപ്പോൾ കുറച്ച് നല്ലൊരു ആർക്കിടെക്ട്സിനൊക്കെ കൊണ്ടുവന്നിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഡിട്രോയിഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നല്ലൊരു ആർക്കിടെക്റ്റിനെ ലിയോ കൊക്വാഡ് എന്ന് പറഞ്ഞ ഒരാളെയാണ് കൊണ്ടുവന്ന് ഈ കത്തീഡ്രൽ ഡിസൈൻ ചെയ്യിപ്പിച്ചത്. ഒരു പാരീസ് സ്റ്റൈലിൽ, പാരീസിലൊക്കെ കാണുന്ന കത്തീഡ്രലിൻ്റെ ലുക്കിലാണ് ഇത് പണിതത്. അന്നത്തെ കാലത്ത് ബെഡ്ഫോർഡ് സ്റ്റോണും റൂഫിങ്ങും ഒക്കെ സാധാ ടൈലൊക്കെ വെച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ പള്ളിയുടെ ഫ്രണ്ട് വശവും സൈഡ് വശമൊക്കെ കാണാം. ഫ്രണ്ട് ഇപ്പോൾ വാതിൽ അടച്ചിട്ടേക്കാണ്, കുർബാന സമയം അല്ലാത്തതുകൊണ്ടായിരിക്കും. ഫ്രണ്ടിൽ കുറേ സ്റ്റാച്യൂസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അധികം നാളായിട്ടില്ല എന്ന് തോന്നുന്നു സ്റ്റാച്യൂസൊക്കെ പണിതിട്ട്. അവനെ ജൂൺ 2021 അങ്ങനെ എന്തോ പണിതാന്ന് പറയണേ. വലിയ സ്റ്റാച്യൂസ് പുണ്യാളന്മാരുടെ, ഏകദേശം 24 പുണ്യാളന്മാരുടെ സ്റ്റാച്യൂസാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ സൈഡിൽ കൂടെയാണ് പള്ളിയകത്തേക്ക് കയറാൻ നോക്കിയത്. ഇപ്പോൾ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഡുവൽ പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട്, ഡോഴ്സൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ വാതിൽ. അപ്പോൾ വാതിൽ തുറന്ന് ഉള്ളിൽ കയറിയപ്പോൾ പഴയ മാർപ്പാപ്പകളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെയും ഒരു ഡോർ തുറന്നാലാണ് പള്ളിയകത്ത് കയറുള്ളൂ. പള്ളിയകത്ത് കയറിയപ്പോൾ തന്നെ സൂപ്പർ ലുക്കാണ്. പഴയ ആ ഗോത്തിക് ലുക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല ഹൈറ്റിലാണ് ബെസിലിക്ക ഉള്ളത്. നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ്, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നല്ല ഹൈറ്റിലാണ്. ചുറ്റും നല്ല ഡിസൈൻ വർക്കുകൾ, ഒരു രക്ഷയില്ല കാണാൻ. ഇതിൽ ഓരോ ആർട്ട് വർക്കുകൾ കാണാൻ നല്ല ഭംഗിയാണ്. ആൾത്താര തന്നെ ക്രിസ്മസ് തീമായതുകൊണ്ട്, ക്രിസ്മസ് അധികം നാളാവാത്തതുകൊണ്ട് ഈ ക്രിസ്മസിന് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറുണ്ട്. ആ ഫ്ലവർ വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തേക്കണേ. അത് കൃത്യം ഡിസംബർ സമയത്താണ് ആ ഫ്ലവറൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ യൂസ് ചെയ്തിരുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. പക്ഷേ എല്ലാ പള്ളിയിലും ഈ തീമാണ് പൊതുവേ കീപ്പ് ചെയ്യുക. അങ്ങനെ അൾത്താര നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പ്രസംഗിക്കാനുള്ള ആ സ്റ്റാൻഡും അതൊക്കെ നല്ല ഭംഗിയാണ്. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ആർട്ട് വർക്കാണ്. ആർട്ട് വർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തേക്കുന്ന ഒരു പള്ളിയാണ് ഈ പള്ളി. ഈ നോർത്ത് സൈഡിലുള്ള ഗ്ലാസ് അത് മേളിലാണ് സെറ്റ് ചെയ്തേക്കണേ. നല്ല രസമായിട്ട് മാതാവിൻ്റെ പടമാണ് അവിടെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കോറനേഷൻ ഓഫ് മേരി എന്നാണ് ആ പെയിൻറ്റിങ്ങിൻ്റെ പേരിട്ടേക്കുന്നത്. നല്ല സൈസാണ്, 67 ഫീറ്റ് ഇൻറ്റു 24 ഫീറ്റാണ് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം വലിയ പെയിൻറ്റിങ്ങാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ചുറ്റും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പെയിൻറ്റിങ്സൊക്കെ കാണാം. ഞാൻ അതിൻ്റെ ക്ലോസപ്പ് വീഡിയോ കാണിച്ചു തരാം. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. സൂം ചെയ്ത് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ ടൈൽ പീസ് വെച്ച് അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയ പെയിൻറ്റിംഗ് ആണ്. ഇങ്ങനത്തെ പെയിൻറ്റിങ് ഇതിൻ്റെ ചുറ്റും, ഈ പള്ളിയുടെ ചുറ്റും ആ പെയിൻറ്റിങ്സ് ഉണ്ട്. ഞെട്ടിപ്പോവും ആ വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ. സൂപ്പർ വർക്കാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ എഴുതി വെച്ചേക്കുന്നത് പറഞ്ഞാൽ ഈ പള്ളി പണിത് 1901 അതിനുശേഷം 2 വേൾഡ് വാർ കടന്നുപോയി, 2 മഹാരോഗങ്ങൾ കടന്നുപോയി, നമ്മുടെ കൊറോണ അടക്കം. ഇതെല്ലാം അനുഭവിച്ച ഒരു പള്ളിയാണ്. ഇപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് സ്റ്റാച്യൂസൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിനോവേഷൻ ഭാഗമായിട്ട് ആ ഒരു ഫണ്ട് റേസിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് നല്ല പഴക്കമുള്ള പള്ളി തന്നെയാണ്. ആർട്ട് വൈസ് അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ നല്ല സ്റ്റാച്യൂസ് ഉണ്ട്.
അടിപൊളി സ്റ്റാച്യൂസാണ്. മാതാവിൻ്റെ പള്ളി ആയതുകൊണ്ട് മാതാവിൻ്റെ പല സ്റ്റാച്യൂസും ഇതിൽ ഉണ്ട്. പിയാത്തയുണ്ട്, പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ ഉണ്ട്, പല രീതിയിലുള്ള സ്റ്റാച്യൂസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റാച്യൂസാണ്. പിന്നെ മാമോദിസ നടത്തുന്ന ആ സ്പോട്ടും അതൊക്കെ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. പള്ളിയുടെ ഹൈറ്റാണ്, ഒരു രക്ഷയില്ല, നല്ല ഹൈറ്റാണ് പള്ളിക്ക്. കുറച്ച് അപ്പുറത്ത് ഒരു ആരാധന ഏരിയ ഉണ്ട്. പിന്നെ ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഇതിൽ ഓർഗൻ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പൈപ്പ്സ് യൂസ് ചെയ്തിട്ടുള്ള ഓർഗൻ. അത് 3 ഉണ്ടെന്ന് പറഞ്ഞത്, പക്ഷെ ഞങ്ങൾക്ക് 2 സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. ഒരെണ്ണം സൗത്ത് സൈഡിൽ, അത് ഭീകരമാണ്. 1933 ആ ഓർഗൻ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അതിൻ്റെ കീബോർഡും ഇതെല്ലാം അതിന് താഴെയുണ്ട്. നമുക്കത് കാണാൻ സാധിച്ചില്ല, പക്ഷെ പൈപ്പ്സ് അറേഞ്ച് ചെയ്ത് വെച്ചത് നമുക്ക് കാണാൻ സാധിച്ചു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഓർഗൻ. അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ മേളിലും ഇതുപോലത്തെ ഒരു പൈപ്പ് ഓർഗൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണേ. അതും ഇതുപോലെ കീബോർഡ് 3 കീബോർഡോ എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ആ പൈപ്പ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ക്രിസ്മസ് സമയമായതുകൊണ്ട് നല്ലൊരു ക്രിബ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റുള്ള സ്റ്റാച്യൂസ് യൂസ് ചെയ്തിട്ടാണ് ആ ക്രിബ് സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര നീറ്റ്നെസ് ആണ്. അത് ക്രിസ്മസ് ആകുമ്പോഴാണ് നമ്മൾ പൊതുവേ ക്രിബ് ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു ക്രിബായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്രയ്ക്ക് പെർഫെക്ഷനാണ് അതിൻ്റെ വർക്ക്. ആ പള്ളിയുടെ തീമായിട്ട് നന്നായിട്ട് മാച്ചും ആവുന്നുണ്ട്. ഈ പള്ളിയുടെ എനിക്ക് ഏറ്റവും പറഞ്ഞാൽ എല്ലാ ഗ്ലാസ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഗ്ലാസ് പെയിൻറ്റ് ചെയ്തതാണ്. ആ പള്ളിക്കുള്ള ആംബിയൻസും ഇതൊക്കെ അടിപൊളിയായിട്ടാണ് കീപ്പ് ചെയ്യണേ. ലൈറ്റ്സ് ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ അത്രത്തോളം എനിക്ക് പകർത്താൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി ഫീലായിരുന്നു നേരിട്ട് കാണാൻ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ പ്രാർത്ഥിച്ചും കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചും ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്ര തുടങ്ങി. അപ്പോൾ ഇതാണ് കത്തീഡ്രൽ ബസിലിക്ക ഓഫ് അസംപ്ഷൻ, കോവിങ്ടൺ കെൻറ്റക്കിയിലുള്ള കത്തീഡ്രൽ പള്ളി. ഇനിയും ഇതുപോലെ രസകരമായ വീഡിയോസ്, US കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.